ഇന്ന് ഏപ്രിൽ 20 ഏപ്രിൽ 20 എന്ന് പറഞ്ഞ ഡേറ്റ് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് വന്നത്. അത് ഏപ്രിൽ 20 ഇന്നത്തെ ഒരിതല്ല, ആ ഡേറ്റും, അതായത് 13 വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞ് ഉണ്ടായതെന്ന് വെച്ചാൽ ഏപ്രിൽ 18-നാണ് 2012. 2020 മുത്തിന് ആദ്യമായിട്ട് ഫിക്സ് ചെയ്യുന്നത്. അവൾ ഉണ്ടായത് ഏപ്രിൽ 18-ന് റാന്നി ഹോസ്പിറ്റലിൽ വെച്ചാണ്. റാന്നി മൊത്തം ഹോസ്പിറ്റലാണ് ഉണ്ടായത്. 20-ാം തീയതി 18-ാം തീയതി ഉണ്ടായി. 20-ാം തീയതി വൈകിട്ട് 9 മണിക്കാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ ഫൈൻഡിങ്സ് എന്ന് വെച്ചാൽ അവൾക്ക് ഹെമറേജിക് എൻസെഫലൈറ്റിസ് എന്നാണൊക്കെ വന്നിരുന്നത്. അതായത് ഹെമറേജ് ഉണ്ടായിരുന്നു 4 ഇടത്തായിട്ട്. തലയ്ക്കകത്ത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതായത് സിസറിൻ ചെയ്തെടുത്ത കുഞ്ഞിന് മോള് CS ആയിരുന്നു. 3.3 kg ഉണ്ടായിരുന്നു. ജനിച്ചപ്പോൾ കരഞ്ഞിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുമെന്നും എല്ലാവർക്കും ഒന്ന് നന്ദി അറിയിക്കണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അതായത് അന്ന് 20-ാം തീയതി ദൈവം ഫിക്സ് അടിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് റാന്നി ഹോസ്പിറ്റലിൽ നിന്നും പുഷ്പഗിരിയിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ വെച്ച് ഡോക്ടർ ജേക്കബായിരുന്നു കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. പുഷ്പഗിരി ഹോസ്പിറ്റലിൽ വെച്ച് നിയോണറ്റോളജി സാറ് വളരെ നല്ല കെയറിങ് ആണ് അവർക്ക് കൊടുത്തത്. അന്ന് ഒത്തിരി ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നു കുഞ്ഞിൻ്റെ കണ്ടീഷനെല്ലാം. റിപ്പോർട്ടുകളിലെല്ലാം വളരെ ഇതായിരുന്നു. റിപ്പോർട്ട് വെച്ച് നോക്കിയാൽ കുഞ്ഞ് ഇങ്ങനെ ആകുമോ എന്ന് പോലെ നമ്മൾ സംശയം തോന്നിക്കുമായിരുന്നു. ഡോക്ടർ ജേക്കബ് മാത്രമാണ് ആദ്യമേ ഒന്ന് പറഞ്ഞ ആദ്യത്തെ ഫൈൻഡിങ്സ് എന്ന് വെച്ചാൽ ചാൻസ് കുറവായിരുന്നു, വളരെ ചാൻസ് കുറവായിരുന്നു കുഞ്ഞിൻ്റെ ലൈഫിൽ തന്നെ. പിന്നീട് കുറച്ചൊരു 8 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് NICU തന്നെ ആയിരുന്നു. അവിടുന്ന് ഒരു 8-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കിന് പറഞ്ഞു കുഞ്ഞ് രക്ഷപ്പെടും, കുഴപ്പമില്ല, കുഞ്ഞിനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരിക്കും, പക്ഷേ എല്ലാം ബാക്കിലേക്ക് ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ എന്ന് പറഞ്ഞിട്ടില്ലേ, അത് വന്നു. അതായത് എല്ലാത്തിലും അവൾ ഡിലേ ആയിരിക്കും മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ. ഇപ്പോൾ 13 വയസ്സുണ്ടവൾക്ക്. അപ്പോൾ അതിൽ മറ്റുള്ള കുഞ്ഞുങ്ങളെ എഴുതി വായിക്കുകയെല്ലാം ചെയ്യുമ്പോൾ കുഞ്ഞിനത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കഴിവുകൾ ദൈവം അവൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മളെ വളരെയധികം ആശ്വസിപ്പിച്ചിരുന്നു ഡോക്ടർ. അദ്ദേഹത്തോട് വളരെയധികം നന്ദിയുണ്ട്. അന്ന് ഡോക്ടർ ജേക്കബ് തന്നെ പറഞ്ഞിട്ടാണ് അവളെ ഒരു ഡോക്ടറിൻ്റെ അടുക്ക് എഴുതി കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. ആ സമയത്ത് കുഞ്ഞിൻ്റെ ന്യൂനേറ്റ് ആ സമയത്ത് ഇപ്പോൾ 1 വയസ്സൊക്കെ കഴിഞ്ഞപ്പം അപ്പോൾ ന്യൂനേറ്റിൻ്റെ ഇത് കഴിയുമല്ലോ. അങ്ങനെ ഡോക്ടർ തോമസ് എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അടുക്കൽ കുഞ്ഞിനെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വിടുമായിരുന്നു. ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡോക്ടർ ജേക്കബ് തന്നെ പറഞ്ഞിട്ട് വിട്ടിരുന്നു. അവിടെ ആ സാറും എല്ലാത്തിനൊക്കെ സെർബ്രൽ പാൽസി ഉണ്ടായിരുന്നവർക്ക് സ്പാസ്റ്റിക് സെർബ്രൽ പാൽസി ഉണ്ടായിരുന്നു, ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും 4 ക്ലോട്ട് തലയിലുണ്ട്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കാര്യങ്ങളും അനേകരുടെ പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് ഇന്ന് അവളിങ്ങനെ ഇരിക്കുന്നത്. അതെന്തോ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്ന നന്ദി പറയണമെന്നുള്ളത് എല്ലാവർക്കും. പിന്നെ അവിടുന്ന് പിന്നെ പുഷ്പഗിരിയിൽ ന്യൂനേറ്റ് അതെല്ലാം കഴിഞ്ഞിട്ട് നോക്കുന്ന ഡോക്ടർ ജേക്കബ് കഴിഞ്ഞിട്ട് ഡോക്ടർ മഞ്ജു ആണ്. ഡോക്ടർ മഞ്ജു നോക്കുന്ന അതേ സമയത്ത് തന്നെ കുഞ്ഞിനെ നമ്മൾ പലയിടത്ത് കൊണ്ടുപോകായിരുന്നു. കാരണം അവൾ ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറച്ചുകൂടെ വളർന്നപ്പോൾ സ്പീച്ച് തെറാപ്പി കൊടുക്കണം, അതെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ SCT ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അതിനിടെ SIT ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു ട്രിവാൻഡ്രത്ത്. അവിടെ വെച്ച് ഡോക്ടർ മേരിയായിപ്പ് പറഞ്ഞത് നോ ചാൻസ് എന്നാണ്, ഒരു ഇമ്പ്രൂവ്മെൻറ്റും വരത്തില്ലെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ നിന്നും ആ വാക്കിനെയും ദൈവം ഒത്തിരി മാറ്റിച്ചു. പിന്നീട് നമ്മൾ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി
അവിടുന്ന് ഫിക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കെല്ലാം ഒരു 5, 6, 7 വയസ്സ് വരെ ഫിക്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അവൾക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷനായിരുന്നു. അങ്ങനെ 5, 6 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ പുഷ്പരിയിൽ നിന്ന് ഡോക്ടർ മഞ്ജു ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പുഷ്പരി ഹോസ്പിറ്റലും നമ്മുടെ SCT ശ്രീചിത്ര ഹോസ്പിറ്റലിൽ അവിടെ ഒരുപോലെ തന്നെ പോയിക്കൊണ്ടിരുന്ന ട്രീറ്റ്മെൻറ്റ്. ഒരു ദിവസം ഫിക്സ് അടിച്ച് പോയപ്പോൾ പെട്ടെന്ന് നമ്മൾ ടാബ്ലറ്റിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ രണ്ടിടത്ത് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പുഷ്പരിയിലെ ട്രീറ്റ്മെൻറ്റ് മാറ്റി. SCT പിന്നെ നമ്മൾ എടുക്കത്തില്ല ട്രീറ്റ്മെൻറ്റിൻ്റെ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴഞ്ചേരി വന്ന് ഡോക്ടർ സഞ്ജീവ് ആയിരുന്നു കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. ഡോക്ടർ സഞ്ജീവ് VK ന്യൂറോളജിസ്റ്റ്, അതുപോലെ തന്നെ ഡോക്ടർ ആൻസി. ഇവർ രണ്ടുപേരുമാണ് കുഞ്ഞിനെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നത്. ഇതുവരെ ഇങ്ങനെ പോകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞ് 3 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് അവളെ എഴുതിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കുഞ്ഞിന് പറ്റുന്ന പോലെ അവൾ ABC എഴുതുന്നുണ്ട്. അതൊക്കെ മതി നമുക്ക് അല്ലേ, കൂടുതൽ എന്താ വേണ്ടത്. പിന്നെ നമ്മൾ 3.5 വയസ്സായപ്പോഴത്തേക്കും എൻ്റെ വീട് നെല്ലിമലയാണ്. അപ്പോൾ അതിനടുത്തുള്ള ബാലഭവൻ സ്കൂളിൽ അവളെ ചേർത്തു. ബാലഭവൻ സ്കൂളിൽ വെച്ച് അവൾ പ്ലേ സ്കൂളായിരുന്നു. അവിടെ ജോളി ടീച്ചർ ഉണ്ടായിരുന്നു. അവളെ നല്ലവണ്ണം നോക്കിക്കൊണ്ടിരുന്നു. അവിടെ വെച്ച് ടീച്ചറിനോടും വളരെ നന്ദി പറയുന്നു. അവിടുന്ന് അവളെ കുഞ്ഞിനെ നമ്മൾ LKG UKGയിലേക്ക് നമ്മൾ വന്ന് ELP സ്കൂൾ നെല്ലിമലയിലാണ്. അവിടെ നമ്മുടെ ജാജി ടീച്ചറായിരുന്നു HM. വളരെ സ്നേഹമായിരുന്നു കുഞ്ഞിൻ്റെ അടുത്ത്. വളരെ സ്നേഹത്തോടെയും കരുതലോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അനില ടീച്ചറുണ്ടായിരുന്നു, പിന്നെ ജോളി ടീച്ചറുണ്ടായിരുന്നു, കവിത ടീച്ചറുണ്ടായിരുന്നു. ഇവരെല്ലാവരും വേറെ ടീച്ചേഴ്സ് മാറിയും വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വളരെ സ്നേഹത്തോടാണ് നോക്കിക്കൊണ്ടിരുന്നത്. കുഞ്ഞിനെ വളരെ സ്നേഹവും കരുതലും എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ ഏബിൾഡ് കുഞ്ഞാണെന്നുള്ള യാതൊരു വേർതിരിവും അവിടെ കാണിച്ചിട്ടില്ല. അതിനും ആ ടീച്ചേഴ്സിനോടെല്ലാം ഉള്ള നന്ദി പറയുന്നു. അനിത ടീച്ചറുണ്ടായിരുന്നു. ടീച്ചർ മരിച്ചു പോയെങ്കിലും പറയണ വളരെ നല്ലൊരു ടീച്ചറായിരുന്നു. ആ ഒരു കൊറോണ സമയം വളരെയധികം നമ്മളെ വിളിച്ച് അന്വേഷിക്കുകയെല്ലാം ചെയ്തിരുന്നു.